ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ വെരി രാവിലെ ഒന്നുമല്ല, പക്ഷെ എന്നാലും മഴയുള്ളത് രാവിലെ ഒരു ഡ്രൈവൊക്കെ പോയി ഒരു കൊച്ചു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ കുറേ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് വരുന്നില്ല. ഒരു അടിപൊളി ഞങ്ങൾ ഫാമിലിയായിട്ട് അതിരപ്പള്ളി പോയതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്, പക്ഷേ അത് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അത് ക്രാഷായിപ്പോയി. അപ്പം അങ്ങനെ എന്തൊക്കെയോ എവിടേക്കോ ആകെ ചീഞ്ഞ് നാറുന്ന ഒരു സിറ്റുവേഷനിലാണ് ഓൾ ടുഗെദർ. അപ്പം നമുക്കിന്ന് ഒരു കാര്യം ചെയ്യാം, രണ്ടും കൽപ്പിച്ച് ഒരു കുഞ്ഞ് വീഡിയോ ഇടാം. ആൻഡ് എന്നെ ഈ സമയത്ത് അന്വേഷിച്ച് ഒരുപാട് പേരുണ്ട്, അവരോടൊക്കെ വെരി ഹാർട്ടി താങ്ക് യു. ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ നിങ്ങളെല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഒരു കുട്ടി ഡ്രൈവ് പോയിട്ട് വരാം. അപ്പോൾ എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റമാർട്ട്, നമ്മൾ എല്ലാ ഏരിയാസിലും ഇല്ല, പക്ഷേ സ്വിഗ്ഗിയുടെ ഇൻസ്റ്റമാർട്ട് എന്ന് പറഞ്ഞൊരു സംഭവം, ബ്ലിങ്കിറ്റ് ഒക്കെ അറിയാലോ. അപ്പോൾ എൻ്റെ ഇങ്ങോട്ട് ബ്ലിങ്കിറ്റ് ഇല്ല. അപ്പോൾ ഇൻസ്റ്റമാർട്ടിൽ പമ്പാക്കി വയ്ക്കാനുള്ള പൂ വാങ്ങൽ സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് അതിനകത്ത് പൂവില്ല. അപ്പോൾ നമ്മൾ വലിയ പൂജകളും വലിയ ചിട്ടയും കാര്യങ്ങളും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പൂ വെക്കാറുണ്ട്. അപ്പോൾ അത് മുടങ്ങിപ്പോയപ്പോൾ നമുക്കൊരു എവിടെ ഒരു വിഷമം, ഒരു കുത്തൽ. അപ്പം അതുകൊണ്ട് രാവിലെ ഇപ്പോൾ കുറച്ച് 2-3 ദിവസത്തേക്ക് വെച്ച് അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഫ്രഷ് ചെയ്ത് വെള്ളത്തിലൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി പൂ വാങ്ങാൻ പോകണം. പിന്നെ എൻ്റെ ഈ എൻ്റെ കണ്ണടയിൽ ഞാൻ കയറിയിരുന്നു, അത് ചപ്ലീനായി. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് അത്രേ ഉള്ളൂ. ഒരു വ്ളോഗിനുള്ള സാധനമൊന്നും ഇല്ല, പക്ഷെ ഞാൻ ബാക്ക് എന്നെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു റെയിനി ഡേ വ്ളോഗാണ്. എനിക്ക് എന്തോ സെക്യൂരിറ്റി ചേട്ടന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലായിടത്തും സെക്യൂരിറ്റികളായിട്ട് ഞാൻ ഭയങ്കര കൂട്ടവും. എന്താണെന്നറിയില്ല, അത് എൻ്റെ ഒരു വൈബാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് പോക വാങ്ങാൻ പോയിട്ട് വരാം. കാരണം പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല, പിന്നെ മഴ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പറയാം, പക്ഷെ എല്ലാം ഒറ്റയ്ക്ക് പറയുന്നത്. ആദ്യം കുറച്ച് പോക വാങ്ങാം. എൻ്റെ ചേച്ചിക്ക് എന്നിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമാണത്. ഞാൻ എപ്പോഴും വണ്ടി ഈ മിന്നുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തും വണ്ടി എടുക്കുമ്പോഴൊക്കെ. ഇനി കൂടുതൽ അത് ശരിയാക്കാൻ വന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പോകും അവരെൻ്റെ അടുത്ത് പല വട്ടമായി പറയുന്നു. എന്നിട്ടും നന്നാവാത്ത ഞാൻ ആ കണ്ണട കൊണ്ടേ ഹോളിയും കളിച്ച് അതിൻ്റെ ചുറ്റും വെള്ള ലെൻസായിരുന്നതൊക്കെ കാണിച്ചു. ഇവിടെയൊക്കെ പിങ്ക് ആക്കി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പിങ്ക് ആക്കി വൃത്തികേടാക്കി പിന്നെയും അതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് ഇത്രയും ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ടാവുന്ന എൻ്റെ കണ്ണട ഒരെണ്ണം എൻ്റെ ഹിസ്റ്ററിയിൽ ഉണ്ടാവില്ല. എനിക്സ് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പം ഞാൻ നേരത്തെ കാണിച്ചെന്നില്ല, ഈ മിങ്ങണ വരെ പെട്രോൾ വയ്ക്കുക, അത് വളരെ മോശമായിട്ടുള്ളൊരു സ്വഭാവമാണ്. എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. എൻ്റെ ചേച്ചി ഞാൻ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന കാരണം എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വേണ്ടി എൻ്റെ വണ്ടി എടുക്കുമ്പോൾ, ചേച്ചിയുടെ വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും ഫുൾ ടാങ്കോ അല്ലെങ്കിൽ 3/4 അത്രയെങ്കിലും ഉണ്ടാവും. പക്ഷെ എൻ്റെ വണ്ടി എടുക്കുമ്പോഴത്തേക്കും ഈ മിന്നലാണ്. അത് മാറ്റണം. എന്നെ പോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ എനിക്കും മാറാൻ പറ്റുന്നില്ല, നിങ്ങളെങ്കിലും അത് മാറും. പക്ഷെ സത്യം പറയാലോ, ഞാൻ ഒരുപാട് എൻ്റെ കണ്ണടയെ പീഡിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പൂതപ്പിക്കുക. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ തിരിച്ചെത്തുമ്പോൾ കുക്കുവിൻ്റെ തലയിൽ ബാൻഡേജ് ഇടേണ്ടി വരും തോന്നുന്നു. അത്രമാത്രം തലയിടിച്ചിട്ടുണ്ട്. ഞാനേ വെറുതെ ഒരു കാര്യമില്ലാതെ വഴി പോകുന്ന ആൾക്കാരൊക്കെ നോക്കി ചിരിക്കും. അതിനകത്തൊരു 70% ആൾക്കാരും എന്നെ നോക്കി ചിരിക്കില്ല. എന്നാലും ആൾക്കാർ പറയും ഞാൻ ജാടയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കണ്ണടയൊന്നും വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും എൻ്റെ ചിരി എക്സ്പെക്ട് ചെയ്ത്. കാരണം എനിക്ക് മോസ്റ്റ്ലി ബ്ലറായിരിക്കും, എൻ്റെ വിഷ്വൽ കട്ട ബ്ലറായിരിക്കും. അപ്പം ഇപ്പം എന്നെ നോക്കി ചിരിക്കുകയാണ് എന്താ ഒന്നും എനിക്ക് മനസ്സിലായി. ചിലപ്പോൾ ആൾക്കാരെ പോലും ചിലപ്പോൾ കണ്ടെന്നല്ല, അത്ര അന്തേന്നല്ല. എന്നാലും ഞാൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും കുറിച്ച് കൂട്ടി പറയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ആയിട്ടാണ് എന്നെ ജാടമെന്ന് വിളിക്കുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റാറില്ല. ഇപ്പോൾ എൻ്റെ ബാക്കിൽ ആയിരിക്കില്ല ചാൻസ്. ഞാനേ ചെത്തിയും തുളസിയും കൂടെയുള്ള ഞാൻ ആഗ്രഹിച്ചായിരുന്നു അതിവിടെ ഉണ്ട്. അപ്പോൾ ഈ തൃപ്പൂണിത്തുറമാരുടെ ഭാഗത്ത് പൂക്കട തപ്പുന്ന ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നത് ശ്രീമുരുക ആയിരിക്കും. ശ്രീമുരുകയുടെ അവിടെ നിന്ന്, അതായത് കുണ്ടന്നൂരിൽ വരുമ്പം ശ്രീമുരുകയുടെ അവിടെ നിന്ന് ഇങ്ങനെ വഴി പോലെ ആകും. ആ വഴിയുടെ ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ പൂക്കടയുള്ളത്. അപ്പോൾ പോകും. യെസ്, അപ്പോൾ നമുക്ക് നമ്മുടെ പൂക്കട കിട്ടി. സത്യം പറയാലോ, എനിക്കിങ്ങനെ പുറത്ത് പോകുമ്പോൾ വഴിയിലൊക്കെ ഇന്ന് വെറുതെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ചമ്മലാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് എനിക്ക് അടിപൊളിയായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ പുറത്ത് പോയി ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റാതാവാറ്. അപ്പോൾ എനിക്ക് താമരമുട്ട് ഭയങ്കര ഇഷ്ടമാണ് ദൈവത്തിന് വയ്ക്കാൻ. അപ്പം താമരമുട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ അടിപൊളി, നല്ലൊരു വെരി പോസിറ്റീവ്, വെരി പ്ലസൻറ്റ്, വെരി പ്രിട്ടി ലുക്കിംഗ് ഒരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി ഇത് മാല കെട്ടി വെച്ചേക്കാം എന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മളൊന്ന് പോയിട്ട്, ഞാൻ പറഞ്ഞില്ല എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്, അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അതൊക്കെ ചെയ്തിട്ട് വരാം. അപ്പോൾ മീൻ വയൽ ചേച്ചി നല്ല ഫ്രഷ് ചെത്തിയും തുളസിയും ഇതുപോലെ കെട്ടി വയ്ക്കും. അപ്പോൾ ഈ ഭാഗത്ത് അത്യാവശ്യം എല്ലാ പൂക്കളും ഉള്ളൊരു കൊച്ചു പൂക്കടയാണിത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാം കേട്ടോ. അപ്പോൾ ചേച്ചി ചെത്തി പൂമാല ഉണ്ടാക്കുകയാണ്, കൈയോടെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് ആക്ച്വലി ഒരു ചെറിയൊരു നാച്ചുറൽ ഭാഗമായിട്ട് ചെറിയൊരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പോൾ അത് ആ സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഭയങ്കര മഴ ആയതുകൊണ്ട് ഞാൻ എല്ലാവരോടും വളരെ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് പറയാം. എല്ലാവരും നല്ല രീതിക്ക് എല്ലാം ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ എല്ലാം കൊണ്ടും ഇറ്റ് ഈസ് ഡേഞ്ചറസ്. നമ്മുടെ പഴയ മഴയല്ല, വളരെ ശക്തമായ മഴയാണ്. അപ്പം വണ്ടി ഓടിക്കുന്ന സീൻസിനാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ പ്ലീസ് ബി കെയർഫുൾ. അതായത് ഭയങ്കര കാറ്റും മഴയൊക്കെയുള്ള സീൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, വഴിയിറങ്ങി നടക്കുന്നത് വരെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പല ടൈപ്പ് ന്യൂസ് കാണുന്നില്ല, ഭയങ്കര കാറ്റിൽ ഭയങ്കര അതിലൊക്കെ തെറിച്ച് വരുന്നത്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ വീട്ടിലുള്ള ആൾക്കാർ സ്കൂളൊക്കെ തുറക്കുകയാണ്, കുട്ടികളെ പുതിയ ന്യൂസുകളെ പേടിപ്പിക്കാത്ത രീതിയിൽ അവർ ഇൻഫർമേഷണൽ ആയിട്ടുള്ള രീതിയിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് തന്നതായിരിക്കും. അങ്ങനെ പാപ്പോൻ്റെ അടുത്താണെങ്കിലും നമ്മളത് സംസാരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു കാര്യം. അതുപോലെ വെള്ളക്കെട്ടുകൾ കാണുമ്പോൾ, വെള്ളക്കെട്ടൊക്കെ കാണുമ്പോൾ സൂക്ഷിച്ചിറങ്ങുക. ഓൾവേസ് ബി ആ ഒരു കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ സേഫ്. ഹെൽത്ത് വൈസ് ഓൾസോ ഞാൻ ഒരുപാട് വൈറസ് എന്തൊക്കെ സാധനങ്ങൾ ഇപ്പോൾ കോവിഡ് പിന്നെയും വന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു എന്താ പറയുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞ കാര്യം, അമ്മ വഴക്ക് പറയുമ്പം അമ്മയുടെ മെയിൻ ഡയലോഗ് അത്. ഞാൻ ഈ പറയുന്നതിന് ഒറ്റ കാര്യമുള്ളൂ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്, ബിക്കോസ് ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് വെൽത്ത്. ശ്രദ്ധിക്കുക. മഴ ഇസ് രൂക്ഷം ആൻഡ് ഡേഞ്ചറസ്. പഴയ മഴയും കാര്യങ്ങളൊന്നും അല്ല. അപ്പം കൂടുതൽ പറഞ്ഞത് വലിപ്പിക്കുന്നില്ല. അപ്പം അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് നേർച്ച ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയി കുറച്ച് പൈസയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ആക്ച്വലി ഞാൻ ചെറുതായിരുന്നപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഞാൻ ചെറുതായിരുന്നപ്പം എന്ത് ഡ്രസ്സിൻ്റെ കൂടെയാണെങ്കിലും ഞാൻ ചന്ദനം തൊടില്ലായിരുന്നു. പക്ഷേ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണെങ്കിലും എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ ചന്ദനം തൊടും. എനിക്ക് ചന്ദനം തൊടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വിത്ത് ദാറ്റ് എൻ്റെ നേർച്ച പരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്ക് പൂൻ്റെ അങ്ങോട്ട് എനിക്ക് പോവാം. ഓക്കെ, തൻ്റെ കുടത്തിനെന്തിനാ പൊട്ട് ചന്ദനം തൊടാം, പൊട്ടിൻ്റെ ആവശ്യമില്ല. ചന്ദനം ചെറിയ ചന്ദനം മുളക് ബാക്കി പറയുന്നില്ല അതുകൊണ്ട് ഏത് പറഞ്ഞു. യെസ്, അപ്പോൾ നമ്മുടെ ടൈമിംഗ് ഒക്കെ കറക്റ്റായിരുന്നു. എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് പൂവ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ താമരമുട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഈ കട വന്നാൽ നല്ല ചേച്ചി നല്ല കടയൊക്കെയാണ്. സോ ബേസിക്കലി എനിക്ക് ഞാനൊരു വലിയ മുല്ലപ്പൂ ഫാനല്ല. എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണവും ഭയങ്കര ഇഷ്ടം, ചൂടാണ് ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. അത് ആ ഡ്രസ്സിനെ എൻഹാൻസ് ചെയ്യും, ആ ലുക്കിനെ എൻഹാൻസ് ചെയ്യും എന്നുള്ള റീസൺ കാരണം അതെനിക്ക് ഇഷ്ടം. ബട്ട് ഐ റിയലി ഡോണ്ട് ലൈക്ക് ടു സ്മെൽ മുല്ലപ്പൂ. അത് കഴിഞ്ഞ് നേരെ ഒരു പള്ളി കണ്ടു, പള്ളിയിൽ നിർത്തി പ്രാർത്ഥിച്ചു, നേർച്ചയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ബാക്കി കാര്യങ്ങളൊക്കെ അടക്കാൻ പോയിരുന്നു. അപ്പോൾ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇതൊരു വ്ളോഗൊന്നുമില്ല. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞാൽ ആ ടച്ച് പോയത്, ആ ടച്ച് തിരിച്ചു പിടിക്കാനും കുറേ എൻ്റെ ഇഷ്ടമുള്ള ആൾക്കാർ ഒരു ലോങ് വീഡിയോ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടും ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അതുകൊണ്ടോ അവന്മാരെടുത്തെടുത്ത് വരുമായിരുന്നു. എനിക്ക് അതിനെ കാണിക്കരുത്, 5 സെക്കൻഡ് മാറിയായിരുന്നു. എനിക്ക് ചുട്ടൂനല്ലാതെ എൻ്റെ പൊന്നോ പറ്റിയതൊക്കെ പറയാം. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചെറുപ്പത്തിൽ ഓടിച്ചിട്ടുണ്ട്. ഇന്നും എൻ്റെ ഉള്ളിൽ ഒരു ട്രോമയായി കുടികൊള്ളുന്നു. കണ്ടോ അവനൊക്കെ നോട്ടം കണ്ടോ, ജെവി 2 സൈഡിലേക്കാണ്. ഓടാ പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇപ്പം നോക്കുമ്പോൾ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുന്ന പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നന്മയോടെ ഞാൻ പറയാം, ഞാൻ പെട്ടെന്ന് നന്മയോടെ ആവട്ടെ അങ്ങനെ പോയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടൊക്കെയുണ്ട്. പക്ഷെ പേടിയുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി എനിക്കൊരു കോയിനും കൂടെ ഇടാനുണ്ട്. അപ്പം അത് വന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തേക്ക് ഞാൻ രാവിലത്തേക്ക് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ വെൻ കംസ് ടു ദിസ് കാർ, അതായത് പലരും പറയാറുണ്ട് എൻ്റെ അടുത്തൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന്. എനിക്ക് ആക്ച്വലി ജിംനിയുടെ ഒരു നല്ല റിവ്യൂ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയി, പക്ഷേ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. അപ്പോൾ വൈകാതെ ഞാൻ ജിംനിയുടെ ഒരു റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ആൻഡ് എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടൊക്കെ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം ഞാൻ വളരെ നന്നായിട്ട് തന്നെ വണ്ടി ഓടിക്കും. ആകമത്തെ ഒരു സ്വയം പൊങ്ങി വ്ളോഗാണിത്, എന്നാലും കുഴപ്പമില്ല. കാര്യങ്ങൾ പറയുന്നതിനകത്ത് നമ്മളിങ്ങനെ പൊങ്ങിത്തരം വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാനും ചേച്ചി നന്നായിട്ട് വണ്ടി ഓടിക്കും. സോ ഈ ഡ്രൈവിങ്ങിനെ പറ്റിയും ജിംനിയുടെ എൻ്റെ ഇപ്പോൾ ഓടിക്കുന്ന വണ്ടി ജിംനി ആയതുകൊണ്ട് ജിംനിയുടെ ഒരു റിവ്യൂവും, കാരണം ഒരുപാട് ഡിബേറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി. എൻ്റെ അടുത്ത് ഞാൻ ഏതൊക്കെ വണ്ടീന് മുമ്പ് ഓടിച്ചിട്ടുണ്ടെങ്കിലും ജിംനി ഓടിക്കാൻ തുടങ്ങിയതിന് പിന്നെ എൻ്റെ അടുത്തൊരു ഒരുപാട് പേര് വന്ന് ചോദിച്ചിട്ടുണ്ട്, ഈ വണ്ടി എങ്ങനെയുണ്ട്. ഇതാണ് മോസ്റ്റ്ലി എക്സ്പ്രഷൻ, ഈ വണ്ടി എങ്ങനെയുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ആ എക്സ്പ്രഷനിൽ തിരിച്ചുത്തരം പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ബിക്കോസ് ഈ വണ്ടിയെ അറിഞ്ഞ് ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി വെരി ഹാപ്പി. പലരും നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് ഇതിന് ഭയങ്കരമായ ഒരു എന്താ പറയുക ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല. നമ്മളിപ്പം എന്താ പറയുക, ഞാൻ ജീൻസ് ഇട്ടിട്ട് എനിക്ക് മുണ്ടെടുത്ത ഫീൽ കിട്ടണമെന്ന് പറഞ്ഞാൽ കാര്യമില്ല. അപ്പൊ അതുപോലെയാണ് ഒരു സമ്മറിയിൽ ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ആ കാര്യം എന്തായാലും ചെയ്യാം. ആൻഡ് വിത്ത് ദാറ്റ് ഐ തിങ്ക്
ഒന്നൊന്നും ഇല്ലാത്ത ഈ വ്ളോഗ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒന്നുമില്ല, എനിക്ക് കുറച്ച് കാലത്തിന് ശേഷം ആ ഒരു ടച്ച് വിട്ട് പോയോണ്ട് തിരിച്ചു വന്നൊന്ന് എന്തെങ്കിലുമൊക്കെ കുശലമൊക്കെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തതാണ്. പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം എന്നൊക്കെയും പറയാൻ തോന്നി. അപ്പം അത്രയൊക്കെ ഉള്ളൂ. സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. ഇന്ത്യക്ക് ഇടയിൽ എനിക്കൊന്ന് കുറച്ച് പേരൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്തൊക്കെ വീട്ടിൽ പോയി. തിരിച്ചു വരണം, നമുക്ക് തിരിച്ചു പിടിക്കാം. പിന്നെ വോട്ട് ഓൾ യുഡ് ലൈക്ക് ടു സീ മീ വ്ളോഗ് അത് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ ജിമ്മിയുടെ റിവ്യൂ വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ പറയണം. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ആസ് ഐ ഓൾവേസ് സേ, സ്നേഹം മാത്രം. നമുക്ക് ഈ ചുറ്റും യുദ്ധവും അതും ഇതും ഒക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് ഓരോ ആൾക്കാർ അവരവരുടെ കാര്യം നോക്കി ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ എന്നെപ്പോലത്തെ ഒരാൾക്ക് ശരിക്കും ഐ ജസ്റ്റ് വോണ്ട് സ്പ്രെഡ് സം ലവ് ആൻഡ് പോസിറ്റിവിറ്റി. എനിക്ക് വേറെ എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ ആൻഡ് ഡെഫിനറ്റ്ലി ഇൻകം എന്ന് പറയുന്ന സാധനം ഒരു പാരലൽ സ്ട്രീം ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുക. ഇതിലൂടെ വന്ന് ആരെയും ഒരു കാര്യം പറഞ്ഞ് മിസ്ലീഡ് ചെയ്യാനോ ഉപദ്രവിക്കാനോ ഒന്നും വന്നിട്ടുള്ള ഒരാളുമല്ല, വരാൻ ഉദ്ദേശിക്കുന്ന ഒരാളുമല്ല ഞാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസ് തന്നെ ഇഷ്ടമില്ലാത്തവർ, നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ യെസ് കമൻറ്റ് എന്നെ 2 തരം വിളിച്ചോളൂ. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരാളെ ചീത്ത വിളിച്ചെന്ന് വെച്ച് നമ്മൾ വലുതാവുകയോ ഒന്നുമില്ല. 4 ആൾ ചിലപ്പം എന്നെ ഇഷ്ടമില്ലാത്ത വേറെ 4 ആൾക്കാർ വന്ന് അതിന് ലൈക്ക് ചെയ്യുമായിരിക്കും. പക്ഷേ യു ഡോണ്ട് ബിക്കം എ ബെറ്റർ പേഴ്സൺ ബൈ ഡൂയിങ് ദാറ്റ്. യു കൻ ജസ്റ്റ് സ്കിപ്പ് മൈ കോണ്ടന്റ്. ഇഫ് ദാറ്റ് മേക്സ് യു ഹാപ്പി, പ്ലീസ് ഗോ ഓൺ. അപ്പോൾ എന്താണെങ്കിലും ദാറ്റ്സ് ഇറ്റ്. സെൻഡിങ് ലോട്ട്സ് ഓഫ് ലവ് ടു ഓൾ ഓഫ് യു. ആൻഡ് ഐ തിങ്ക് ഇനി മുതൽ വ്ളോഗ്സ് പഴയ പോലെ ചെയ്യാൻ പറ്റുമായിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. സോ